ഒരു വിശേഷം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയില്ലേ, അതിൻ്റെ അതേ തീമാണ്. പണ്ട് കുറേ നാൾ മുമ്പ് എടുത്ത പടമാണ്, ഇപ്പോഴാണ് റിലീസാവുന്നത്. അങ്ങനെ സ്കോർ ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല. ഓരോ കുടുംബത്തിൽ നടക്കുന്നതാണല്ലോ. പിയർ പ്രഷറും സോഷ്യൽ പ്രഷറും ഫാമിലിയിലുള്ള പ്രഷർ കാരണം ന്യൂലി മാരിഡ് കപ്പിൾസ് ആയിരുന്നാലും അവർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയാം. നല്ലതായിരുന്നു ചേട്ടാ. അതൊരു വിശേഷം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയില്ലേ, അതിൻ്റെ അതേ തീമാണ്. എടുത്ത് പറയുന്നത് ഒന്നുമില്ല, സാധാരണ ഒരു പടം, ഒന്നും പറയാനില്ല. പണ്ട് വന്നൊരു പണ്ടത്തെ അതേ കഥ, മെസ്സേജ് കുട്ടികളില്ലാതെ കുട്ടികളുണ്ടാകുന്നൊരു കഥ. പുതുമായിട്ടൊന്നും തോന്നിയില്ല. അത് നേരെ പണ്ട് കുറേ നാൾ മുമ്പ് എടുത്ത പടമാണ്, ഇപ്പോഴാണ് റിലീസാവുന്നത്. കുടുംബ പ്രേക്ഷകർ, ഫാമിലി, പിന്നെ ഒരു ഹസ്ബൻഡും ഈ കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് കാണുമ്പോഴത്തേക്കൊരു ഇത് തോന്നും. അഭിനയം ഓക്കെ, സാധാ അഭിനയം. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് അഭിനയിക്കാനോ അങ്ങനെയൊന്നുമില്ല, സാധാ പടം. അങ്ങനെ സ്കോർ ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല, ഒരു നോർമൽ പടം. ഇല്ല, കൊള്ളായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടം. നല്ലതായിരുന്നു. ഓരോ കുടുംബത്തിൽ നടക്കുന്നതാണല്ലോ. പിന്നെ നാട്ടുകാരത് ഇത് തന്നെ വളരെ ക്ലീഷേഡായിട്ട് തോന്നി. സിനിമ വളരെ നീറ്റ് ഒരു മൂവി തന്നെയാണ്. കഴിഞ്ഞൊരു വർഷത്തിൽ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നവദമ്പതികൾ കുട്ടികളുണ്ടാകാത്തതിൻ്റെ ബേസിസിൽ വരുന്ന ഒരു പ്രോബ്ലം കാണിക്കുന്ന ഒരു ഹൈലൈറ്റ് ചെയ്യുന്നൊരു മൂവി. പിയർ പ്രഷറും സോഷ്യൽ പ്രഷറും ഫാമിലിയിലുള്ള പ്രഷർ കാരണം ന്യൂലി മാരിഡ് കപ്പിൾസ് ആയിരുന്നാലും അവർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയുന്നു. ടോൺ ഭയങ്കര ഫ്ലാറ്റായിപ്പോയി. പുതിയായിട്ട് എടുത്ത് പറയാനൊന്നും ഇല്ലായിരുന്നു സിനിമയിൽ. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക ഒരു ഫാമിലി. പക്ഷേ അതാ പറഞ്ഞത്, നേരത്തെ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ചിന്നു ചാന്ദിനി എന്ന് പറഞ്ഞ് ആക്ട് ചെയ്ത വേറൊരു പുതിയൊരു ഹീറോയിനാണ് വിശേഷം. കറക്റ്റ്, ഓൾമോസ്റ്റ് സെയിം സിമിലർ ലൈൻസിൽ പോകുന്നു. അതിന് മുമ്പേ വേറൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു, ന്യൂലി മാരിഡ് കപ്പിൾസ്. ഒരുപാട് നാൾ കുട്ടികൾ കിട്ടാതെ വരുമ്പോൾ അവർ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷേ ഈ സിനിമയിൽ അതിൽ ടെക്നിക്കാലിറ്റീസിൽ അങ്ങനെയൊന്നും അധികമായിട്ടൊന്നും പോയിട്ടില്ല. കപ്പിളിൻ്റെ വിഷമം അർജുൻ അശോകനും മറ്റേ അനഘയാണെന്ന് തോന്നുന്നു. അവരുടെ വിഷമത്തിനെ കുറിച്ചാണ് കൂടുതൽ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഫ്ലാറ്റായി പോയി, എത്രയാണ്.